പൊതുസ്ഥലങ്ങളിലെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് കസാക്കിസ്ഥാനും പുതിയ നിയമനിർമ്മാണം നടത്തി. സ്ത്രീകളുടെ മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രങ്ങൾക്ക് പൊതുനിരോധനം ഏർപ്പെടുത്തുന്ന മധ്യേഷ്യയിലെ ഒടുവിലത്തെ രാജ്യമാണ് കസാക്കിസ്ഥാൻ. മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ നിരോധിക്കുന്ന നിയമത്തിൽ കസാക്കിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജൊമാർട്ട് ടോക്കോയേവ് തിങ്കളാഴ്ച ഒപ്പുവയ്ക്കുകയും ചെയ്തു. മതപരമായ വസ്ത്രധാരണത്തെ നിയമം വ്യക്തമായി പരാമർശിക്കുന്നില്ലെങ്കിലും ഇസ്ലാം മതവിശ്വാസികളായ സ്ത്രീകൾ മുഖം മറയ്ക്കാൻ ധരിക്കുന്ന നിഖ്വാബ് പോലുള്ള വസ്ത്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ് നിരോധനമെന്ന് മനസ്സിലാക്കാം. എന്നാൽ മുഖം മറയ്ക്കുന്നതിന് ചില ഇളവുകളോടെയാണ് നിയമം നടപ്പാക്കുന്നത്. മെഡിക്കൽ ആവശ്യങ്ങൾ, പ്രതികൂല കാലാവസ്ഥ, ചില സാംസ്കാരിക പരിപാടികൾ അല്ലെങ്കിൽ കായിക പരിപാടികൾ എന്നീ സന്ദർഭങ്ങളിൽ മുഖം മറയ്ക്കുന്ന വസ്ത്രം ധരിക്കുന്നതിന് നിരോധന നിയമത്തിൽ ഇളവുകൾ നൽകും. മുഖം മറയ്ക്കുന്ന കറുത്ത വസ്ത്രം ധരിക്കുന്നതിന് പകരം പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കാൻ കസാക്കുകാരെ പ്രേരിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പ്രസ്താവനയായാണ് പ്രസിഡന്റ് ടോക്കോയേവ് ഈ നീക്കത്തെ ന്യായീകരിച്ചത്. ദേശീയ ശൈലിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് നല്ലതെന്ന് ഈ വർഷം ആദ്യം ടോക്കോയേവ് പറഞ്ഞിരുന്നു. കസാക്കിസ്ഥാന്റെ വംശീയവും സാംസ്കാരികവുമായ ഐഡന്റിറ്റി പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്ന നിലയിൽ നിയമനിർമ്മാണത്തെ വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത്. ഔദ്യോഗികമായ മതേതര നയമുള്ള മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ കസാക്കിസ്ഥാൻ നേരത്തെ തന്നെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ഹിജാബ് നിരോധിച്ചിരുന്നു. 2017 ഹിജാബിന് സ്കൂളുകളിൽ നിരോധനം കൊണ്ടുവന്നത്. പിന്നീട് 2023 ഒരു പടി കൂടി കടന്ന് അധ്യാപകർക്ക് കൂടി ഹിജാബ് നിരോധനം ഏർപ്പെടുത്തി. രാജ്യമെമ്പാടും ഇതേ ചൊല്ലി പ്രതിഷേധവും ഉയർന്നിരുന്നു. നയത്തിൽ പ്രതിഷേധിച്ച് 150-ലധികം പെൺകുട്ടികൾ സ്കൂളിൽ പോകാൻ വിസമ്മതിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രങ്ങൾക്ക് പൊതു ഇടങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയ മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങൾക്കൊപ്പം കസാക്കിസ്ഥാനും നിരോധനം കൊണ്ടുവന്നിരിക്കുകയാണ്. മതപരമായ യാഥാസ്ഥിതികതയും അതുപോലെ തീവ്രവാദവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിരോധനത്തിലേക്ക് തീവ്ര മുസ്ലിം രാഷ്ട്രങ്ങൾ കടന്നിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ബുർഖ, നിഖ്വാബ്, ഹിജാബ് തുടങ്ങിയ മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ആഗോളതലത്തിൽ വളരെ ശക്തമായി തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ബുർഖ, നിഖ്വാബ്, ഹിജാബ് തുടങ്ങിയ മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ആഗോളതലത്തിൽ വളരെ ശക്തമായി തുടരുകയാണ്. ഇത് വ്യക്തി സ്വാതന്ത്ര്യം, സുരക്ഷാ ആശങ്കകൾ, മതപരമായ അവകാശങ്ങൾ, രാഷ്ട്രീയ മാനങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള വർദ്ധിച്ച ആശങ്കകളെ പ്രതിഫലിപ്പിക്കുന്നു. ഇനി മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രങ്ങൾ നിരോധിച്ച മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് കൂടി ഒന്ന് പരിശോധിക്കാം. ഈ വർഷം ആദ്യം ജനുവരിയിൽ കിർഗിസ്ഥാനും പൊതുസ്ഥലങ്ങളിൽ നിഖ്വാബ് നിരോധിച്ചുകൊണ്ട് നിയമം നടപ്പാക്കിയിരുന്നു. നിയമം ലംഘിക്കുന്നവർക്ക് 20,000 കിർഗിസ് സോം, ഏതാണ്ട് 20,000 രൂപ പിഴയും ചുമത്തും. രാജ്യത്തെ ഉന്നത ഇസ്ലാമിക സ്ഥാപനമായ സ്പിരിച്വൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മുസ്ലിംസ് ഓഫ് കിർഗിസ്ഥാൻ ഈ നിയമത്തെ പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്തു. പൊതുസുരക്ഷയും സാംസ്കാരിക പൊരുത്തക്കേടും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. നിഖ്വാബ് സമൂഹത്തോട് ചേരാത്ത വസ്ത്രമാണെന്നും അവർ പറയുന്നുണ്ട്. മുഖം പൂർണ്ണമായി മറയ്ക്കുന്നത് ദുരുദ്ദേശമുള്ള വ്യക്തികളെ മറച്ചുവയ്ക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി. അതുപോലെ ബുർഖയ്ക്ക് കിർഗിസ് സംസ്കാരത്തിൽ ചരിത്രപരമായ വേരുകളില്ലെന്ന് വാദിച്ചുകൊണ്ട് പ്രസിഡന്റ് സാദിർ ജപറോവ് ഈ നീക്കത്തെ ന്യായീകരിച്ചു. ദേശീയ സുരക്ഷയ്ക്കുള്ള പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഉസ്ബെക്കിസ്ഥാനാണ് മുഖം മറയ്ക്കുന്നതിന് നിരോധനം കൊണ്ടുവന്ന മറ്റൊരു രാജ്യം. ഇവിടെ നിയമം ലംഘിക്കുന്നവർക്ക് 20,000 രൂപയിലേറെ പിഴ നൽകണം. ഇത്തരം വസ്ത്രങ്ങൾ രാജ്യത്തിന്റെ മതേതര ഭരണഘടനയ്ക്ക് വിരുദ്ധവും ദേശീയ സംയോജനത്തിന് വെല്ലുവിളി ഉയർത്തുന്നതുമാണെന്ന് ഉസ്ബെക്കിസ്ഥാൻ സർക്കാർ ചൂണ്ടിക്കാട്ടി. താജിക്കിസ്ഥാനിലും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രങ്ങൾക്ക് സമാനമായ നിരോധനം നിലവിലുണ്ട്. പ്രസിഡന്റ് ഇമോമാലി റഖ്മോണിന്റെ നേതൃത്വത്തിലുള്ള താജിക്കിസ്ഥാൻ ഭരണകൂടം 2023 ഇത്തരം മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. ദേശീയ സംസ്കാരത്തോട് പൊരുത്തമില്ലാത്ത വസ്ത്രങ്ങൾ നിരോധിക്കുന്നുവെന്ന് പറഞ്ഞാണ് താജിക്കിസ്ഥാൻ ഈ നീക്കത്തെ ന്യായീകരിച്ചത്. നിഖ്വാബ് പോലുള്ള ഇസ്ലാമിക ശിരോവസ്ത്രങ്ങളും നിരോധനത്തിൽപ്പെടുന്നു. വളരെ കാലമായി മതേതര സ്വത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും യാഥാസ്ഥിതിക ഇസ്ലാമിക വസ്ത്രധാരണത്തെ നിരുത്സാഹപ്പെടുത്തുന്നതിനുമുള്ള ശ്രമത്തിലാണ് താജിക്കിസ്ഥാൻ സർക്കാർ. മധ്യേഷ്യയ്ക്ക് പുറത്ത് ദക്ഷിണേഷ്യയിലെ ശ്രീലങ്കയും മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ നിരോധിച്ചിരുന്നു. 2019 ഈസ്റ്റർ ഞായറാഴ്ച ഭീകരാക്രമണത്തിൽ 250-ലധികം പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഇത്. 2021 ഏപ്രിലാണ് മുഖം മറയ്ക്കുന്ന വസ്ത്രത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്. ദേശീയ സുരക്ഷയെ പ്രധാന കാരണമായി ഉദ്ധരിച്ചാണ് ബുർഖ, നിഖ്വാബ് പോലുള്ള ശിരോവസ്ത്രങ്ങൾക്ക് ശ്രീലങ്കൻ സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത്. ഇതൊരു അത്യാവശ്യ നടപടിയാണെന്ന് അന്നത്തെ ക്യാബിനറ്റ് വക്താവ് കെഹലിയ റാംബുക്വെല്ല ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ നയമാറ്റങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമത്തിന് കീഴിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായി. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് സംബന്ധിച്ച അന്താരാഷ്ട്ര ഉടമ്പടിയുടെ ആർട്ടിക്കിൾ 18 മതപരമായ വസ്ത്രം ധരിക്കാനുള്ള അവകാശവും മതത്തിന്റെയും വിശ്വാസത്തിനുമുള്ള സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നുണ്ട്. മതപരമായ ആവിഷ്കാരത്തിൽ ശിരോവസ്ത്രം ധരിക്കുന്നത് പോലുള്ള ആചാരങ്ങൾ ഉൾപ്പെടാമെന്ന് UN മനുഷ്യാവകാശ സമിതിയും സ്ഥിരീകരിക്കുന്നു. അതേസമയം ദേശീയ സുരക്ഷ, പൊതുസുരക്ഷ അല്ലെങ്കിൽ പൊതുക്രമം എന്നിവയാൽ ന്യായീകരിക്കപ്പെടുമ്പോൾ അന്താരാഷ്ട്ര നിയമം മതസ്വാതന്ത്ര്യത്തിൽ പരിമിതമായ നിയന്ത്രണങ്ങൾ അനുവദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും വിവിധ രാജ്യങ്ങൾ മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾക്ക് നിരോധനങ്ങൾ ഏർപ്പെടുത്തിയത് ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്.
ഇത്തരം വിലക്കുകൾ ജനങ്ങളുടെ അവകാശങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തെ ലംഘിക്കുന്നു എന്നാണ് എതിർക്കുന്നവർ വാദിക്കുന്നത്. ഇത്തരം നിരോധനങ്ങളെ വിവേചനപരമായാണ് ഇവർ കാണുന്നത്. ഇവ മുസ്ലിം സമൂഹങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ഇസ്ലാമോഫോബിയ വർദ്ധിപ്പിക്കുന്നതായും ഇവർ ആരോപിക്കുന്നുമുണ്ട്. മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ സുരക്ഷയെ അപകടത്തിലാക്കുമെന്നാണ് നിരോധനത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. ആളുകളെ തിരിച്ചറിയാൻ ഇത്തരം വസ്ത്രങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും തീവ്രവാദ ആക്രമണങ്ങൾ പോലുള്ളവയ്ക്ക് ഇത്തരം വസ്ത്രങ്ങൾ മറയാക്കപ്പെടുന്നുവെന്നും അനുകൂലികൾ പറയുന്നു. അതേസമയം ലിംഗസമത്വത്തെയും അതുപോലെ സ്വയംഭരണത്തെയും കുറിച്ചുള്ള ആശങ്കകളാണ് അഭിഭാഷകർ പങ്കുവയ്ക്കുന്നത്. സ്ത്രീകളെ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കാൻ നിർബന്ധിക്കുന്ന സാഹചര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു.